എന്ന് വെച്ചാല് ഞാനും സാബിത്ത് എന്റെ അഞ്ചനെന്ന് അറിയാലോ. സാബിത്തും അക്യുപങ്ക്ചറിൽ വന്നപ്പോഴുള്ള സമയം എന്താണെന്ന് ചോദിച്ചാല്, കാരണം സാബിത്ത് പഠിക്കുന്നതിന് കുറെ മുമ്പ് ബിൻസറ പഠിച്ചിട്ടുണ്ട്. ബിൻസറ 5ാമത്തെ ബാച്ച് പഠിച്ചാണ്. പക്ഷെ അന്നേരമൊക്കെ സാബിത്തിനോട് ഞാൻ പഠിക്കാൻ പറയായിരുന്നു. സത്യത്തിൽ ബിൻസറിനോടല്ല ഞാൻ പഠിക്കാൻ പറഞ്ഞത്, സാബിത്തിനോടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ശരിയല്ലേ, പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് സാബിത്തിന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബിൻസറ പഠിച്ചു. ബിൻസറ പഠിച്ചതിന്റെ പിറ്റത്തെ വർഷം മുതൽ തന്നെ സാബിത്തിനോട് ഞാൻ പഠിക്കാൻ പറയുമായിരുന്നു. പക്ഷെ എന്തോ കാരണം കൊണ്ട് പഠിക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും, വിദേശ യാത്രയും ദുബായിൽ പോക്ക് ഇങ്ങനെ ഉണ്ടായ ഇടയിൽ കൂടെ. അപ്പൊ അതൊക്കെ ഉണ്ടായ സമയത്തും സാബിത്ത് എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇത് വേറെ വിഷയം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പം നമ്മളെ ഫാമിലിയില് ഡയബറ്റിക് രോഗികളല്ലാത്ത 2 ആൾക്കാർ ഞാൻ അവന് മാത്രമാണ് കുടുംബത്തിൽ. അതെ അതെ. ഞാൻ പഠിക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, നമുക്ക് ആദ്യം ഒരു വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ ഒരാളെ പറ്റി കെണിക്കണം, ഒരാളെ പിടിച്ചു കൊടുക്കണല്ലോ വീട്ടിൽ നിന്ന്. അപ്പൊ വൈഫാകുമ്പോ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആളെ കൊടുത്ത് അതാണ് അവിടെ ഉണ്ടായത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്നോട് ഇടക്കിടക്ക് ഇങ്ങനെ പറയായിരുന്നു, 10-12 വർഷത്തോളം മരുന്ന് കഴിക്കാതെ എൻ്റെ ഫാമിലിക്ക്, എൻ്റെ ചെറു കുടുംബത്തിന് കഴിഞ്ഞത് ഈ അക്യുപഞ്ചറാണ്. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിലേക്ക് വരണ്ട. കാരണം ഞാനൊരു ബിസിനസ് മൈൻഡുള്ള ആളാണല്ലോ, ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് ഞാൻ എന്താ ചിന്തിച്ചത്, 2 ആളും ഇതിന് ഒരേ ഫീൽഡ്, ഇൻ കേസ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ടും, അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചത്. ബിസിനസ് മൈൻഡ്. അതെ അതെ അതെ. പൊതുവെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഇവൻ ആദ്യമേ അക്യുപങ്ക്ചർ ചേർന്ന ഒരു ചികിത്സ എനിക്ക് മനസ്സിലാക്കിയത്. പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ മേഖലയിനെക്കാളൊക്കെ തന്നെ ഇവനക്ക് സ്വന്തമായി നന്നായി പെർഫോം ചെയ്തൊരു മേഖല അക്യുപങ്ക്ചർ തന്നെയാണ്. ഇപ്പൊ സുധീറിനെ സംബന്ധിച്ച്, സുധീർ ആലപ്പുഴയിൽ ജനിച്ചു വളർന്നിട്ട് ഈരാറ്റുപേട്ടയിൽ പോയി ക്ലിനിക്ക് ആരംഭിച്ചു, കാഞ്ഞിരപ്പള്ളിയിൽ അക്കാഡമി ആരംഭിച്ചു. ഇപ്പം എന്താ പറയാ, കോട്ടയം അതേപോലെ ആ പരിസരത്തുള്ള ആളുകൾക്ക് അക്യുപങ്ക്ചർ പഠിക്കാനുള്ള ഒരു അവസരം. ഈ സംഗതികൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പൊതുവെ പറയുന്നൊരു കാര്യം, എൻ്റെ അക്യുപങ്ക്ചർ പഠനത്തിന് മുമ്പും ശേഷവും എൻ്റെ ലൈഫ് ഇങ്ങനെ 2ആയിട്ട് അങ്ങനെ തിരിച്ച് പറയാൻ പറ്റുന്നൊരു സമയമാണ് അക്യുപങ്ക്ചർ മുമ്പ് ശേഷം. ഞാൻ വളരെ യാദർശികമായി, സാറിന് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്, എനിക്കൊരു സാധനം അറിയാം, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഇതിനു മുമ്പ് അക്യുപങ്ക്ചർ അറിഞ്ഞത് വേറൊരു തലത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ചോദിച്ചാൽ പൈസ കൊടുത്താൽ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുക. പഠനം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബുക്ക് നോക്കിയിട്ട് കുറേ ടെക്സ്റ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ അക്യുപങ്ക്ചർ ഇത്തരാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോഴെനിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴും സാറിന്റെ മറുപടി കേട്ടപ്പോഴും, മൂപ്പര് എന്താണ് ഇങ്ങനെ തുടങ്ങിയത്, ഞാൻ ആ പൈസ കൊടുത്താലും മൂപ്പര് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നാൽ പോരെ എന്നാണ് എൻ്റെ മനസ്സിന് ആദ്യം തോന്നിയത്. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം ആ ക്ലാസ്സിൽ വളരെ ഒരു താല്പര്യമില്ലാതെ വളരെ ഇടങ്ങേറായിട്ട് വന്ന് ക്ലാസ് ഇരുന്ന് ആ 1ാമത്തെ ക്ലാസ് മുതൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടിത്തറ അങ്ങോട്ട് പൊളിച്ച് വാർത്ത് പുതിയൊരു ലൈഫ് ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എനിക്ക് അക്യുപങ്ക്ചർ പഠിച്ചതിനെ പറ്റി ഞാൻ ഈ വിഷയത്തിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്ന് ചോദിച്ചാല്, ഇപ്പൊ എന്നെ ആദ്യമേ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് തൊഴിൽ ചെയ്താലും നമുക്ക് വരുമാനം ഉണ്ടാകും. പക്ഷെ ഒരു കാരണവശാലും ആരെയും നമ്മൾ പറ്റിക്കാൻ പാടില്ല. 2ാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ, തൊഴിൽ, അത് ഏതായാലും അത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാധനമായിരിക്കണം. അതേപോലെ തന്നെ നമ്മളത് സത്യസന്ധനായിരിക്കണം എന്ന് പറയുമ്പോൾ, എനിക്ക് ആരും പറ്റിക്കാൻ പറ്റും. എനിക്ക് പറ്റിക്കാൻ പറ്റാത്ത ഒരേ ഒരാൾ എന്റെ മനസാക്ഷി മാത്രമാണ്. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്റെ ശ്രദ്ധയിൽ ഞാൻ ചെയ്യുന്ന പഠനമായാലും ചികിത്സയായാലും പഠിപ്പിക്കലായാലും ഇത് ജനങ്ങൾക്ക് പ്രയോജനം ഇല്ലെങ്കിൽ ശരിക്കും ഞാൻ ജനങ്ങളെ പറ്റിക്കാൻ, ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാതെ പരിപൂർണമായി എന്റെ ചികിത്സ കൊണ്ടോ പഠനം കൊണ്ടോ ഒരാൾക്ക് പ്രയോജനം ഉണ്ടാകുന്നതായിരിക്കണം എന്റെ ചികിത്സ, അല്ലെങ്കിൽ എന്റെ ജോലി ഏതായാലും അതായിരിക്കണം എനിക്കൊരു നിർബന്ധം. ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു തോട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെറുതെ ഒരാളെ പഠിക്കാൻ വന്നു, അയാൾക്ക് വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസമില്ല, വെറുതെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യം, ഇതെനിക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യം അല്ല. സാമ്പത്തികമാണ് ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് പല വിമർശനങ്ങളും നമ്മുടെ പുറത്ത് നിൽക്കുമ്പോൾ അവർ കാശുണ്ടാക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യുന്ന ഒരു മണി ചെയിൻ പോലെ എന്നൊക്കെയാണ് ആളുകൾ ഇതിനെ പറയാം. പക്ഷെ എനിക്ക് അന്നത്തെ ക്ലാസ്സിന് ശേഷം പിന്നീട് എൻ്റെ ഇത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും കുട്ടികളെയും ഇത്രയും ആളുകളെയും വെച്ചിട്ട് പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും ഒരു ശ്രമവും നടത്താതെ ആളുകളെ സ്വസ്ഥമായി ജീവിക്കാനും മരുന്നില്ലാതെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സമാധാനത്തുള്ള ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു യുദ്ധമാണ് ശരിക്കും നടക്കുന്നത്. ശരിക്കും സുധീർ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, നമ്മൾ അക്കാഡമിയിൽ എത്ര പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല്,
പൾസ് ക്ലാസ്സുകൾ. അതെ. ഒരാളെടുത്ത് നമ്മൾ പൾസ് ക്ലാസ്സിന് പ്രത്യേകം ഫീസ് വാങ്ങാറുണ്ടോ? കാരണം അക്കാഡമിക്കലായിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തവരടുത്ത് അയാൾക്ക് പിന്നെ നമ്മൾ അഡീഷണൽ പ്രോഗ്രാം പോലെ പൾസ് ക്ലാസ് നടത്തുന്നത്. പരീക്ഷയ്ക്ക് ശേഷമാണ് നമ്മൾ സിംഗിൾ പൾസ് ക്ലാസ് നടത്തുന്നത്. അതിലൊരാൾ നമ്മൾ പൈസ വാങ്ങാറില്ല. അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ ഏതാണ്ട് എല്ലാ അക്കാഡമിയിലും അവർ കോൺവെക്കേഷൻ നടക്കുമ്പോൾ ഓരോ കോൺവെക്കേഷൻ കാൻഡിഡേറ്റിനും കോൺവെക്കേഷനിലേക്കുള്ള പണം വാങ്ങും. ഇത്രയും പ്രൗഢഗംഭീരമായ കോൺവെക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ ഒരാളിന് 10 പൈസ വാങ്ങാതെ തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ സാധാരണഗതിയിൽ പലരും നമ്മുടെ കോൺവെക്കേഷൻ കണ്ട പല ആളുകളും പറയുന്നത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഫീസ് വാങ്ങിച്ചോട്ടെ. അപ്പം വിദ്യാർത്ഥികൾ പോലും പറയുന്നത് ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തിയിട്ട് ഒരു ഫീസ് വാങ്ങിക്കാതെ ഇതെങ്ങനെ സാധിക്കുന്നു? ശരിക്കും നമ്മൾ പറയുന്നത് ശരി, ഇതിനേക്കാൾ വലുതാണ്, ഈ പ്രോഗ്രാമിനേക്കാൾ വലിയൊരു അറിവാണ് നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉള്ള സാധനമാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും കോൺവെക്കേഷൻ മാത്രമായിട്ട് ലൈറ്റാക്കി ചെറിയൊരു സാമ്പത്തികം നോക്കിയിട്ട് അതിന്റെ ആവശ്യമില്ല. ശരിക്കും കോൺവെക്കേഷൻ കണ്ട ചില ആളുകൾക്ക് മനസ്സിലാവും ഇത് വലിയ കോൺവെക്കേഷൻ ആണ്, അതൊന്നും ഇത്ര സെറ്റപ്പ് ഇല്ല. കഴിഞ്ഞ വർഷവും കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു അഭിപ്രായം പറഞ്ഞ, പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്ത് വെച്ചുള്ള കോൺവെക്കേഷൻ ആണെന്ന് തോന്നുന്നു, ആളുകൾ വന്നു. അപ്പൊ അവര് പറഞ്ഞത് ഇത്ര സെറ്റപ്പ് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഞങ്ങളും കുറെ പരിപാടി ഇന്റർനാഷണൽ പ്രോഗ്രാം ഒക്കെ വെക്കണം, ഇത്ര സെറ്റപ്പ് നമ്മൾ വിചാരിച്ചിട്ടില്ല. ശരിക്കും ഇതിനേക്കാൾ വലിയ, ആ കോൺവെക്കേഷനേക്കാൾ വലിയ ഒരു അറിവാണ് ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അയാളുടെ ആയുഷ്കാലം മുഴുവൻ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന അവൻ്റെ കുടുംബത്തിനും സഹോദരങ്ങൾക്കും ബന്ധുക്കാർക്കും സ്വന്തക്കാർക്കും മക്കൾക്കും ഒക്കെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അറിവാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ പിന്നെ ഈ കോൺവെക്കേഷൻ ശരിക്കും അതിന്റെ ചെറിയൊരു അംശം മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്വസ്ഥത എന്ന് പറഞ്ഞ സംഗതി എവിടുന്ന വരുന്നത്? ശരിക്കും സ്വസ്ഥത എന്ന് പറഞ്ഞാല് നമുക്ക് ആ രോഗഭയം മാറിയതിനു ശേഷം വരിക അല്ലെ? അതെ അതെ അതെ. അപ്പൊ ഈ രോഗഭയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം 10 കൊല്ലത്തോളം ട്രീറ്റ്മെന്റ് എടുത്ത് അപ്പൊ ഒന്നും എനിക്ക് ഫീൽ ആയില്ല രോഗഭയം മാറുക എന്നുള്ളത്. പരിപൂർണ്ണമായിട്ടും വൈഫ് പഠിച്ചപ്പോ മുതൽ തന്നെ അക്യുപഞ്ചർ തന്നെയാണ് ചെയ്യുന്നത്. അക്യുപഞ്ചർ തന്നെ ചെയ്യുന്നത്. ആദ്യം മെഡിസിനോട് താല്പര്യമില്ല, അതുകൊണ്ട് അക്യുപഞ്ചർ തന്നെ ചെയ്യുന്നത്. അതിൽ നല്ല റിസൾട്ടും ഉണ്ട്, വിശ്വാസമുണ്ട്. എന്നാലും ഒരു വലിയൊരു പാനിക് വരുന്ന സമയത്ത് ഞാൻ ഭയപ്പെട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും കൊറോണ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. പിന്നെ അതിനുശേഷം ഒമിക്രോൺ വന്നില്ലേ, അതൊരു തമാശയില്ല തോന്നിയത്. ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ആകുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. ഇത് രോഗഭയം മാറുക എന്ന് പറഞ്ഞാൽ ഈ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുക, പിന്നെ നമുക്കൊരു ഫ്രീ ആയി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് സമാധാനപരമായ ജീവിതം. അതെ അതെ. ഈ കോവിഡ് വന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ IAP ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞല്ലോ, ഞങ്ങള് പ്രോട്ടോകോള് പാലിക്കാതെ ചികിത്സ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഞങ്ങളെ നിരീക്ഷിക്കൂ എന്ന രൂപത്തിൽ നമ്മൾ പത്രസമ്മേളനം നടത്തിയിരുന്നു. സമ്മതിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാല് നമ്മൾ ഇപ്പം എല്ലാരും ഭയങ്കര ഭയപ്പെട്ട സന്ദർഭമാണ്. എല്ലാവരും ഒരു എന്താ പറയാ ഭൂതത്തെ പോലെയാണ് ഈ PPE അങ്ങനെ മനസ്സിലാക്കേണ്ടത്. കാരണം രോഗികൾ പോലും ആദ്യമായിട്ട് കോവിഡ് വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ അവരെടുത്ത് ചികിത്സക്ക് വരുന്ന ആളായാലും ശരി, അല്ലെങ്കിൽ ചികിത്സകരല്ലാതെ മറ്റാരെങ്കിലും വരുന്ന ആളായാലും ശരി, അവരെടുത്ത് PPE കിട്ടിട്ടാണ്. ഈ PPE കിട്ടിട്ട ആൾക്കാരെ കണ്ട് ഭയന്ന് മരിച്ച പ്രായമായ ആളുകളുണ്ട്. അപ്പം അത്തരം ആളുകൾ ആശ്വസിപ്പിക്കാൻ ആരില്ലാത്തൊരു ഘട്ടത്തിലാണ് IAP ഒരു തീരുമാനമെടുക്കുന്നത്. ഈ PPE കിറ്റ് പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ, നേരിട്ട് പോയി സഹായിക്കാൻ ഗവൺമെന്റ് നമ്മളെ അനുവദിക്കുകയാണ്, സന്നദ്ധരാണെന്ന് പറഞ്ഞത്. ഇന്നത് ആലോചിക്കുമ്പോൾ ഒരു സാധാരണക്കാരിയായിരിക്കും, പക്ഷെ അന്നത് ഇങ്ങനെ സാധാരണക്കാരിയല്ല. അതെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ കമന്റ് പറഞ്ഞാണ്, ഇപ്പൊ അത് തോന്നുമ്പോ അതൊരു കോമഡി ആയിട്ടാ തോന്നിയത്. ഈ കോവിഡിനെ പറ്റി ആലോചിക്കുമ്പോ അതൊരു തമാശയായിരുന്നു. പക്ഷെ അന്ന് ഷുഹൈബ് മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ ഷുഹൈബിന്റെ അന്നത്തെ കോൺഫിഡൻസ് കണ്ടപ്പോ അങ്ങനെ പറഞ്ഞ ഷുഹൈബിന്റെ അന്നത്തെ കോൺഫിഡൻസ് കണ്ടപ്പോ ഇത് ശരിയാണോ എന്നൊരു ആശങ്ക കാരണം അന്ന് സമ്മതിക്കാഞ്ഞത്. പക്ഷെ ഇന്നിപ്പോ ഇത്രയും കാലം കഴിഞ്ഞ് അതിനെ പറ്റി ആലോചിക്കുമ്പോൾ അന്നൊക്കെ നമ്മൾ കുടുങ്ങിപ്പോയതാണല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് ആളുകൾ എത്തിപ്പോകുന്നത്. ഈ സമയത്തെ വീട്ടിലേക്ക് ഒരു കൊറോണ പേഷ്യന്റ് വന്ന് ഞാൻ വൈഫിനോട് അപ്പൊ എന്താ പെരുമാറിയെന്നാണ് നല്ല ചീത്ത പറഞ്ഞു. നീ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ, ഒരു കിലോമീറ്റർ അടുത്ത് നമ്മളെ ക്ലിനിക്ക് ഉണ്ട്, നീ എന്താ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നത്? ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചു, ഇന്നെ കാണിപ്പിക്കാനാണോ? എല്ലാം എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവര് വേറെ ദൂരത്ത് നിന്ന് വരികയാണ്, അവര് ഫാമിലിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വലിയ ആശ്വാസം ഉണ്ടായിട്ട് വന്നതാണ്, അങ്ങനെ വന്നു പോയതാ. ഞാൻ പറഞ്ഞു കളിച്ചോ, പക്ഷെ വീട്ടിന്റെ അകത്ത് വേണ്ട, പുറത്തു പോയി കളിച്ചോ, ഒരു പ്രശ്നമില്ല. ആ രീതിയിൽ സംസാരിച്ചപ്പോ ഇപ്പൊ ഇല്ല. എല്ലാവർക്കും ഏതൊരാൾക്കും
അക്യുപങ്ചർ പഠിക്കുന്നതിന് മുമ്പും ശേഷവും ജീവൻ തന്നെയാണ്. അത് അക്യുപങ്ചർ പഠിച്ചവർക്ക് മാത്രമാണ് അതിന്റെ സുഖവും അതിന്റെ സമാധാനവും ഒക്കെ അനുഭവിക്കുന്നത്. ഇതെല്ലാവർക്കും പൊതുവെയുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. കാരണം പക്ഷെ നമുക്കൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻകാരായിരിക്കും ചെറുപ്പത്തിലെ ഉപ്പ പൊതുവെ മരുന്നിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. ഉപ്പ പൊതുവെ നമ്മളൊന്നും അധികം മരുന്ന് കഴിപ്പിക്കാത്ത ആളായിരുന്നു. ചെറുപ്പം മുതൽ വളരെ കുറച്ച് മാത്രം മരുന്ന് കഴിപ്പിക്കുക, അല്ലെങ്കിൽ മരുന്നില്ലാതെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ തേനുവെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ നമ്മളെല്ലാവർക്കും സഹോദരന്മാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ തേനുവെള്ളം കുടിച്ചാൽ മതി. ഇങ്ങനെ ഉപ്പ പറഞ്ഞ തേനുവെള്ളത്തിന്റെ ഈ ഒരു രീതി ഉപ്പ പണ്ട് നമ്മളിലൊക്കെ ചെയ്യുന്ന കാര്യമാണ്. മരുന്നില്ലാതെ രോഗം മാറാൻ വേണ്ടി ഉപ്പ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മരുന്നില്ലാത്തൊരു ചികിത്സ എന്ന രൂപത്തിൽ ഈ ചികിത്സയിൽ ഞാൻ കടന്നു വരാനുള്ള സാഹചര്യം ശരിക്കും ഉപ്പ തന്നെയാണ്. കാരണം അലോപ്പതി മരുന്നിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി ഉപ്പ നല്ല ബോധവാനായിരുന്നു. അപ്പം അതിന് പകരം ഒരു ഹെർബൽ മെഡിസിൻ്റെ മാനുഫാക്ചറിങ് പരിപാടിയൊക്കെ ഉപ്പ ചെന്നൈയിൽ ആരംഭിച്ചു. പക്ഷേ ആ ചെന്നൈയിൽ ആരംഭിച്ച ഘട്ടത്തിലൊന്നും അതൊരു ഉപ്പ ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചിട്ടില്ല. ഉപ്പാന്റെ ജീവിതകാലത്ത് ഉപ്പ ആഗ്രഹിച്ചതുപോലെ എന്നുവെച്ചാൽ രോഗം വന്നാൽ മരുന്നുകളൊന്നും ഇല്ലാതെ അലോപ്പതി മരുന്നൊന്നും ഇല്ലാതെ രോഗം സുഖപ്പെടുന്ന ഒരു ചികിത്സാ സൗകര്യം ജനങ്ങൾക്ക് വേണം. ഇതാണ് ഉപ്പാന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ആ മരുന്ന് കമ്പനി കൊണ്ട് സാധിച്ചില്ലെങ്കിലും പിന്നീട് ഉപ്പ അക്യുപഞ്ചർ ചികിത്സയിൽ കടന്നു വന്ന ഘട്ടമെല്ലാം കഴിഞ്ഞു. അവസാന കാലത്ത് ഉപ്പ അക്യുപഞ്ചർ മാത്രം ചികിത്സ സ്വീകരിച്ച ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ സ്വകാര്യത്തോടെ വളരെ സന്തോഷത്തോടെ എന്താണോ ഉപ്പ ആഗ്രഹിച്ചത് അതുപോലെ ഈ ഒരു ചികിത്സ എനിക്ക് പ്രയോജനം ചെയ്തത് മാത്രമല്ല, ഉപ്പാന്റെ അവസാന കാലങ്ങളിൽ എന്നെ പ്രത്യേകമായി ഉപദേശിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വടക്കൻ ജില്ലകളിൽ അക്യുപങ്ചർ പ്രചരിപ്പിക്കാൻ താല്പര്യം കാണിച്ചതുപോലെ തെക്കൻ ജില്ലകളിലും അക്യുപങ്ചർ പ്രചരിപ്പിക്കണമെന്ന് പറയുകയുണ്ടായി. ഞാൻ അതിനു മുമ്പ് സാറിനോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. സാറേ, നമുക്ക് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിലാണ് ഞാൻ അക്യുപങ്ചർ പഠിച്ചിട്ട് അക്യുപങ്ചർ ക്ലിനിക്ക് ഇടാൻ വേണ്ടി മാത്രം ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് താമസം മാറിയ ആളാണ്. അവിടെ ചെന്നപ്പോ ആളുകളിലേക്ക് ഇത് എങ്ങനെയെങ്കിലും എത്തിക്കണം, അതിന്റെ ഭാഗമായി നമുക്കൊരു അക്കാഡമി തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും സാറിനോട് ചോദിച്ചപ്പോ സാറിങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ സാർ പറഞ്ഞു അത് നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്, നല്ല തിരക്കാണ്. അതെ അതെ, നമ്മളത് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ നോക്കുന്നത് എപ്പോഴും നമുക്ക് പോയി വരാൻ കഴിയുന്ന ഡിസ്റ്റൻസ് അതിന്റെ അപ്പുറത്തേക്ക് പോണ്ട എന്നുള്ള ചിന്തയായിരുന്നു. അപ്പോ ഒരിക്കലും കാഞ്ഞിരപ്പള്ളിയും ട്രിവാൻഡ്രം ഒക്കെ കൊല്ലമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്, അത്രയും ദൂരം യാത്ര ചെയ്യണം. അപ്പൊ തൽക്കാലം എന്താ പറയാ, അങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു മൂഡില്ലാത്തത് കൊണ്ടും ഒക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചാണെങ്കിലും ഉപ്പയുടെ ഈ ഒരു ഉപദേശം എന്ന് വെച്ചാൽ ഉപ്പയുടെ അവസാന കാലത്തെ ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട എനിക്ക് കിട്ടിയ ഉപദേശമാണത്. തെക്കൻ ജില്ലകളിലും എങ്ങനെയാണ് വടക്കൻ ജില്ലകളിൽ അക്യുപഞ്ചർ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അതുപോലെ തെക്കൻ ജില്ലയിൽ പ്രചരിപ്പിക്കണം എന്നൊരു ഉപദേശത്തിന്റെ പിറകിലാണ് കാഞ്ഞിരപ്പള്ളിയിലും തിരുവനന്തപുരത്തും കമർദി മൗലവി എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞതാണ്. പക്ഷെ ഉപ്പത് പറഞ്ഞതിന് ശേഷം ഞാൻ മൗലവിയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം ഒന്ന് കാര്യമായിട്ട് എടുത്തോളൂ, നമുക്കൊന്ന് ആലോചിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ച് ആരംഭിച്ചു. കൊല്ലത്ത് അങ്ങനല്ല, കൊല്ലത്ത് യൂസുഫ് അലി സാർ അറിയാലോ, യൂസുഫ് പോളിടെക്നിക് പഠിച്ചതാണ്. അതെ, 11th ബാച്ചില് ആലുവ ബാച്ച് വന്ന് പഠിച്ചാലാണ്. അപ്പൊ യൂസുഫ് അലി ഞാൻ തമ്മിലൊരു ആത്മബന്ധമുണ്ട്. എന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടവും അതിന്റെ അപ്പുറത്തേക്ക് ഈ ചികിത്സ അടുത്തറിയാൻ ആത്മാർത്ഥമായി ശ്രമിച്ച പോളിടെക്നിക്കിൽ പെട്ട ഇപ്പൊ നൗഷാദ് അലി MLA ഒക്കെ ആയല്ലോ. നൗഷാദ് അലി MLA ആകുന്ന പോലെ തന്നെ യൂസുഫ് അലി നമ്മുടെ വലിയ ഫ്രണ്ടാണ്. അന്ന് നമ്മളോട് ഒരുപാട് നൗഷാദ് അലിയോട് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ യൂസുഫ് അലിയോട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ നൗഷാദ് അലി വേറെ കൂട്ടുണ്ട്, ആഷിഖ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലുള്ളതാണ്. അവരെ കൂടെ നമ്മൾ ഒരുപാട് എന്ന് വെച്ചാൽ ആഷിഖ് വലിയ ക്രിക്കറ്റ് കളിക്കാരനാണ്. അപ്പൊ ഇവരുടെ കൂടെ നമ്മൾ പലരും പല അനുഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതേപോലെ ഒരു അനുഭവമുള്ള ഒരു സുഹൃത്താണ് ആര്, യൂസുഫ് അലി. അപ്പൊ യൂസുഫ് അലി പഠിച്ച സമയത്ത് കൊല്ലത്ത് ആദ്യം ബ്രാഞ്ച് വിടണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും യൂസുഫ് അലിയുടെ സ്നേഹം കൊണ്ട് എനിക്ക് അങ്ങോട്ട് പറ്റില്ല എന്ന് പറയാൻ അന്നേരണ്ടായിരുന്നു. അതെ, അവിടെയാണ് ആ ബാച്ചിലാണ് കമറുദ്ദീൻ മൗലവിയും അതേപോലെ അൽത്താഫും അതേപോലെ ഒരുപാട് പ്രഗത്ഭരായ ചികിത്സരും പഠിച്ച ബാച്ചാണ് 12th ബാച്ച്. അതെ, ആ ബാച്ച് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധ്യത യൂസുഫ് അലിയുമായി സഹകരിച്ച് പോയെങ്കിലും പക്ഷെ പിന്നീട് ഉപ്പയുടെ ഉപദേശം കൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തത്. അത് വലിയൊരു ഹൈദരാബാദിലും സത്യം പറഞ്ഞ ഇതേപോലെ ഉപ്പയുടെ നിർബന്ധം ഹൈദരാബാദ് വരാനുള്ള കാരണം ഒരു ഘട്ടത്തിൽ ഞാൻ ഹൈദരാബാദ് വരേണ്ട തീരുമാനിച്ചു. പിന്നെ ഉപ്പയുടെ സുഹൃത്തുക്കൾപ്പെട്ട ഒരാൾ ഇങ്ങനെ ഹൈദരാബാദ് അബ്ദുൽ അലീം സാഹിബ് ഹൈദരാബാദ് ഒരു 3 ദിവസത്തെ ക്ലാസ് നടത്താൻ ക്ഷണിച്ചു. അപ്പം ആ ക്ലാസ്സിൽ ഉപ്പയുണ്ടായിരുന്നു. ഉപ്പയും ആസ് എ സ്റ്റുഡൻറ് ആ ക്ലാസ്സിൽ പഠിതാവിനെ പോലെ ക്ലാസ് മുഴുവൻ കേട്ടു. എനിക്ക് തോന്നുന്നു എൻ്റെ ഉറുദു കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് ഇപ്പോൾ വന്നിരുന്നതാണോ, കാരണം അതിനു മുമ്പേ കോഴിക്കോട് ബാച്ച് നടത്തിയപ്പോൾ ആ ബാച്ചിൽ മുഴുവൻ ഇപ്പോൾ വിദ്യാർത്ഥി ക്ലാസ്സിൽ വന്നിരുന്നുണ്ട്.
ആ ബാച്ചിൽ വിദ്യാർത്ഥിയായിരുന്നു പറഞ്ഞാൽ ആ ബാച്ച് പങ്കെടുത്ത ഇപ്പൊ ഷമീൽക്ക ഒക്കെ അള്ളാഹുലേക്ക് യാത്രയായി. ഷമീൽക്ക ഒരു ഉപ്പാന്റെ കൂടെ ക്ലാസ്സിൽ ഇരുന്നാണ്. ഷൈജു ആണ് ക്ലാസ്സിലുണ്ടായിരുന്ന വേറൊരാള്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ. ഷൈജുനൊക്കെ അറിയാം, ഏതാണ്ട് എല്ലാ ക്ലാസ്സിലും മുടങ്ങാതെ ഉപ്പാന്റെ യാത്ര പോലും അറേഞ്ച് ചെയ്തിട്ടാണ്. പലപ്പോഴും ഒരു ദിവസം ഞാൻ വരുന്ന വഴിക്ക് എവിടെയുള്ളത്, അപ്പോൾ ഉപ്പാനെ കൂട്ടാൻ വേണ്ടി പ്രത്യേകം ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട് ഉപ്പാനെ കൂട്ടി ക്ലാസ്സിൽ പങ്കെടുത്ത സംഭവങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്ലാസ് കഴിഞ്ഞിട്ടാ തോന്നുന്നു ഉപ്പ വളരെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, നിനക്കൊന്ന് അക്യുപഞ്ചർ പഠിച്ചൂടെ. അതിനുശേഷം അപ്പൊ എനിക്കൊരു ത്രെഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇരുന്നില്ല. നമ്മളെ കൈമേലല്ലേ, ഇതൊരു തെരഞ്ഞെടുപ്പാന്നുള്ള ശരിക്കും ഫീലായി അവനാലോചിച്ചപ്പാ. ഏതായാലും അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കാനും ഈ വിഷയങ്ങളുമായി എൻ്റെ മനസ്സ് തുറന്ന്, പ്രത്യേകിച്ച് ഉപ്പയെ ഓർക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ പങ്കുവെച്ച ഈ അവസരം ഞാൻ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഉപ്പയുമായി ബന്ധമുള്ള ആളുകൾ ഈ വീഡിയോ കാണണം തന്നെയാണ്. ഉപ്പയുടെ ഒരു ഉപദേശം കൊണ്ടാണ് ഞാൻ തെക്കൻ ജില്ലയിൽ ബ്രാഞ്ചിൽ തുടങ്ങാൻ താല്പര്യം കാണിച്ചതും. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലെ അധ്യാപകന്മാരുമായി ഒക്കെ സഹകരിച്ചുകൊണ്ട് അധ്യാപകന്മാരും അവരവർ യാത്ര ചെയ്യണമല്ലോ, എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും എല്ലാവരുടെയും സഹായവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ഒത്താശയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാൻ ഈ അവസരം പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.